ലഹരി മരുന്നിനെതിരെയുള്ള ഓപ്പറേഷൻ തൂഫാൻ അന്യസംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ പോലീസ്. MDMA കേരളത്തിലേക്ക് എത്തുന്നത് പ്രധാനമായും ബംഗളൂരുവിൽ നിന്നാണെന്നാണ് പോലീസിന് ലഭിക്കുന്ന സൂചന. ഇതിന്റെ അടിസ്ഥാനത്തിൽ അയൽ സംസ്ഥാനങ്ങളിലെ അന്വേഷണ ഏജൻസികളുമായി ഏകോപനം ശക്തമാക്കുമെന്നും DGP അറിയിച്ചു. അതിനിടെ കൊച്ചി കാക്കനാട് ഫ്ളാറ്റിൽ നിന്ന് MDMA പിടിച്ചെടുത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ പോലീസ്. മുഖ്യപ്രതി ആസിഫിന് രാജ്യാന്തര ബന്ധങ്ങളുണ്ട് എന്നുള്ളതാണ് സംശയം. ഡാൻസ് ഹൗസ് സംഘം നടത്തിയ പരിശോധനയിൽ 437 ഗ്രാം MDMA ആണ് ഫ്ളാറ്റിൽ നിന്ന് കണ്ടെത്തിയത്. സ്വാന്തന സാജുവും സജോ ദേവസി നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം സ്വാന്തനയിലേക്ക്. സ്വാന്തന, അപ്പോൾ ഈ ഓപ്പറേഷൻ തൂഫാൻ വലിയ പ്രതീക്ഷയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഇതിലുള്ളത്. കാരണം നമ്മുടെ ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രിയും ഒക്കെ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ ലഹരി ഏറ്റവും കൂടുതൽ വ്യാപിക്കുന്ന ഒരു സംസ്ഥാനമായി നമ്മുടെ കേരളം മാറുന്നു. 65% യുവാക്കളിലേക്കെങ്കിലും ലഹരി പടർന്നു തുടങ്ങിയിരിക്കുന്നു. മുഖം നോക്കാതെ, പദവിയോ പണമോ മറ്റ് സ്വാധീനങ്ങളോ നോക്കാതെ ക്യാരവനിൽ കയറിപ്പോലും പരിശോധന ഉണ്ടാവും. അപ്പോൾ കടുത്ത നടപടികളിലേക്ക് കടക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ തുടക്കം എന്താണെങ്കിലും ആവേശം പകരുന്നതുമാണ്, പ്രതീക്ഷ പകരുന്നതാണ്. അപ്പോൾ എന്താണ് ഇനി ഇപ്പോൾ എക്സൈസിൻ്റെയും പോലീസിൻ്റെയും ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് സ്വാന്തന? ശ്രുതി ഷിഹാസ്, ഗുഡ് മോർണിംഗ്. ഈ ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധന വ്യാപകമായി തന്നെ സംസ്ഥാനത്ത് നടന്നു വരികയാണ്. ഇന്നലത്തെ മാത്രം കണക്ക് നോക്കുകയാണെങ്കിൽ പോലും നമുക്ക് വ്യക്തമാണ് എത്ര അധികം ആളുകളിൽ പരിശോധന നടത്തിയിട്ടുണ്ടെന്ന്. കാരണം ഇന്നലെ മാത്രം സംസ്ഥാനത്ത് ഈ ഓപ്പറേഷൻ തൂഫാനിലൂടെ പരിശോധന നടത്തി രജിസ്റ്റർ ചെയ്തത് 104 കേസുകളാണ്. അതുമാത്രമല്ല 137 പേരെ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വലിയ അളവിലുള്ള ലഹരി പലയിടങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് കൊച്ചിയിൽ നിന്നും മലപ്പുറത്തു നിന്നും കോഴിക്കോട് നിന്നും അടക്കം വാണിജ്യാടിസ്ഥാനത്തിൽ വലിയ തോതിൽ ലഹരി പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം കൂടി ഇന്നലെ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നലെ DGP വ്യക്തമാക്കിയ പ്രധാനപ്പെട്ട ഒരു കാര്യം, അന്യ സംസ്ഥാനത്തു നിന്നുകൂടി ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന ആരംഭിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത്. കാരണം പ്രധാനമായും കേരളത്തിലേക്ക് ഈ ലഹരി എത്തുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ്. ഇപ്പോൾ കർണാടകയാണെങ്കിലും ആന്ധ്രയാണെങ്കിലും ഒക്കെ അവിടെ നിന്നൊക്കെയാണ് പ്രധാനമായും ലഹരി കേരളത്തിലേക്ക് എത്തുന്നത്. ഇനി MDMAയുടെ കാര്യം നോക്കുകയാണെങ്കിൽ MDMA കേരളത്തിലേക്ക് ഏറ്റവും അധികം എത്തുന്നത് ഈ ബാംഗ്ലൂർ, കർണാടക ഭാഗത്തു നിന്നാണ് എന്ന് ഇന്നലെ DGP തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ മാത്രം ഒരു പരിശോധന ഒതുങ്ങി നിന്നിട്ട് കാര്യമില്ല. അതിനപ്പുറത്തേക്ക് ഇത് എവിടെ നിന്നാണ് വരുന്നത് എന്ന് കണ്ടെത്തി അവിടെ നിന്ന് ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ ലഹരിയെ തടയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി. അതുകൊണ്ട് തന്നെ ആ തരത്തിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് തന്നെയാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. 4 സോണുകളിലായി വിവിധ വിഭാഗങ്ങളിലായി തിരിഞ്ഞുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ ഈ പരിശോധനയും മറ്റു കാര്യങ്ങളും ഒക്കെ നടന്നു വരുന്നത്. വരും ദിവസങ്ങളിൽ അന്യസംസ്ഥാനത്തെ പോലീസ് മേധാവികളുമായി കൂടി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ചെക്ക് പോസ്റ്റുകളിലടക്കം കൂടുതൽ പരിശോധന അടക്കം വ്യാപിപ്പിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് തന്നെയാണ് പോലീസ് എന്തായാലും നിലവിൽ എത്തിയിരിക്കുന്നത്. അതുമാത്രവുമല്ല, വരും ദിവസങ്ങളിലും കേരളത്തിൽ ഇന്നലെ നടന്നതിന് സമാനമായ രീതിയിൽ വ്യാപകമായി തന്നെ തെരച്ചിലുണ്ടാകുമെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നലത്തെ മാത്രം തെരച്ചിലിൽ ഏതാണ്ട് 30 ലക്ഷം രൂപയുടെ MDMA, ഏതാണ്ട് 500 ഗ്രാമോളം MDMA ആണ് ഇന്നലെ ഒറ്റ ദിവസം നടത്തിയ തെരച്ചിലിൽ കണ്ടെത്തിയത്.